മായി എന്ത് വന്നിരിക്കുന്നു ഇവിടെ? അതിന്റെ പേര് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആൻഡ് അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഒരു 10-11 മണിയായപ്പോൾ ഇറങ്ങി. നല്ല മഴയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. കാവേരി എലിഫൻറ്റ് പാർക്ക് അഥവാ ആനത്താവളം, അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കയറുമ്പോൾ തന്നെ ഒരു കിഡ്സ് പാർക്ക് പോലെ കാണാം. ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങ് ഇരുന്നാടണം, നിർബന്ധമാണത്. ഞാൻ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ കിളികളുടെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടി വന്നപ്പം എൻ്റെ കുറേ കിളികളുണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതുപോലെ പല പല കിളികളും സാധനങ്ങളും ഉണ്ട് ഇവിടെ. അതെല്ലാം വഴിയെ കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴിക്ക് ഇതേണ്ട ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി പറയുന്നത് എൻ്റെ ബാക്ക് കവർ കൊള്ളത്തില്ല, കർട്ടൻ പോലെയുള്ളൂ. നിങ്ങൾ പറയുക ഗൈസ്. ആൻഡ് ഈ പ്രഹസനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണല്ലോ. അപ്പം എങ്ങനെയുണ്ട് എന്നതാണത്. പിന്നെ ബോൾ പോലും ഇല്ലാതെയാണ് ഞാൻ അവിടെ ആ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും മൈൻഡ് ആക്കണ്ട ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത മെയിൻ അജണ്ട എന്ന് പറയുന്നത് വയറ് നിറയ്ക്കുക. കാരണം വയറ് നിറഞ്ഞാലേ നമുക്കിതൊക്കെ നടന്ന് കാണാനുള്ള ആരോഗ്യമുണ്ടാവുള്ളൂ. നല്ല കോഫി ചായ കുടിക്കാൻ നല്ലയാന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആരും കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല, മെഷീൻ ഉണ്ടാക്കിയതാ. അതാ നല്ല ചായ, നേരെ നല്ല ചായ. ഇവിടെ ചായ കൊള്ളാം. ഞങ്ങൾ ഇവിടെ വരുന്ന വഴിക്കില്ലേ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവരാണ് എന്നോടൊരു കാര്യമില്ലാതെ പറഞ്ഞു, നല്ല നല്ല ബിരിയാണി, അത് നല്ല വാഴയില പോലെ പൊതിഞ്ഞായിരുന്നു ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് വാഴയില വീട് ബിരിയാണി തിന്നാന്നും പറഞ്ഞിട്ട് വന്ന് 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 ബിരിയാണി ഇല്ല. ആനനെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാനിത് തിരിച്ച് കാണിക്കാൻ പോയിക്കാം. ഞാൻ ആനയുടെ പാട്ടിന് പോകത്തേ ഉള്ളൂ. അതെ അതെ, നമ്മള് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഉള്ളത് കാവേരി എലിഫന്റ് പാർക്ക്, ആനത്താവളം. ഇതേ പാരിപ്പള്ളിയോ? കൊല്ലം പാരിപ്പള്ളി. അപ്പൊ ഗൂഗിളിലൊക്കെ കാവേരി എലിഫന്റ് പാർക്ക് നടത്തി കഴിഞ്ഞാൽ ലൊക്കേഷൻ വരും. രസമുണ്ട് വന്നപ്പം, രസമുണ്ട്. പക്ഷെ ലേശം മഴയുണ്ട്, എന്നാലും രസമുണ്ട്. നല്ല നല്ല രസമുണ്ട്. ഇവിടെ കുറെ കിളികളല്ല, വന്ന് കയറിയപ്പോ ഒരു ലവ് ബേർഡ്സ്, അതൊരു കൊച്ചുകാരൻ ദുരന്തം പറഞ്ഞിരിക്കുന്ന ആന ചവിട്ടിക്കൊന്നു. അത് ചില പിടുത്തം കെട്ട പിള്ളേരുണ്ടാവില്ല, ഇങ്ങനെ നല്ല വെളുപ്പം തോന്നി, അതുപോലത്തെ ഏതൊരു കൊച്ച. പിന്നെ ആണെങ്കിൽ ഞായറാഴ്ച ആയിട്ട് നല്ല തിരക്കുമുണ്ട്, നല്ല മഴയുണ്ട്. പക്ഷെ രസമുണ്ട്. തിരക്കുണ്ട് 5-6 കാർ അവിടെ പാർക്കിങ്ങിലുണ്ടായിരുന്നു. പിന്നെ തിരക്കല്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ടേ. അപ്പൊ പറഞ്ഞു വന്ന ബിരിയാണി എന്നിട്ട് ബിരിയാണി കഴിക്കാന്നും പറഞ്ഞു ഈ ഇവിടെ എത്തുന്നവരെ ബിരിയാണി പോയിട്ട് ഒരു കട പോലും കണ്ടില്ല. കുറെ പലചരക്ക് കടയും മീൻ കടയും മാത്രം. അതുകൊണ്ട് ഞങ്ങള് ഇതിന്റെ അകത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്. പക്ഷേ ഇല്ലേ, എനിക്ക് ഇതിൽ കൂടെ വന്നപ്പോ ഈ കോഫി ഷോപ്പിൽ നിന്ന് വന്ന മണം ബിരിയാണിയുടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ് വന്നപ്പോ ബിരിയാണി ഒന്നുമില്ല. മറ്റേ ബ്രെഡ് ഓംലേറ്റ്, സാൻഡ്വിച്ച്, മാഗി, ആ ഒരു സെറ്റപ്പ്. നമ്മളപ്പോ നല്ല കോഫി കഴിച്ചപ്പോ കോഫി ഇല്ല, ചായ. ശരി, ചായ വാങ്ങിയപ്പോ നല്ല അടിപൊളി ചായ കുടിച്ചിട്ട് നല്ല കോഫിയാണെന്ന് പറഞ്ഞ മഹാനാണ് ഇരിക്കുന്നത്. മെഷീൻ കോഫി ഇല്ല ചായ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കുടിച്ചവന് മനസ്സിലായില്ല കോഫിയാണെന്ന്, അല്ല കോഫി അല്ല ചായ ആണെന്ന് കുടിച്ചിട്ട് മനസ്സിലായില്ല. എന്തിനാ കുടിക്കുക? സംഭവം നല്ല ചായ, മെഷീൻ ഉണ്ടാക്കിയ ചായ, ഒരു മനുഷ്യൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ അതെ, പരസ്യം വരച്ച്. അപ്പൊ ഇവിടുത്തെ ചായ അടിപൊളിയാണ്. പിന്നെ നമ്മളൊരു മസാല മാഗി, ഇവൻ ആദ്യം ബ്രെഡ് ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു. എനിക്ക് മാഗി എന്ന് പറഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു മാഗി മതി. എനിക്കെന്താ വേണ്ട നിന്റെ ബ്രെഡ് ഓംലെറ്റ്, എനിക്കിഷ്ടമല്ല. ഇവിടെ ഒരാനേ ഉള്ളൂ എന്ന് തോന്നുന്നു, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുക. ഞാനതിന് ചോദിക്കുക, എങ്ങനെ അതിന് ഇങ്ങനെ പണിയെടുപ്പിക്കുക? ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാണ്. ഈ 10 മിനിറ്റിൽ 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത്രയും ഭാരം വെച്ചാൽ നടക്കണ്ടേ, എന്തൊരു പാടാ. ഇനി വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, മാഗി വരുമ്പോ മാഗി കാണിച്ചു തരാം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ചായ, നല്ല അടിപൊളി ചായ ആയിരുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും നമ്മുടെ മാഗിയും വന്നു.
മാഗി, മസാല മാഗി. വേറെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മഴയുള്ളപ്പം അതുപോലെ ഇപ്പം മലയോര പ്രദേശം, മലയോര ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പുള്ളിടത്തൊക്കെ ചെന്നിട്ട് മാഗി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? അതെ. പിന്നെ അങ്ങ് കട്ട പിടിക്കും, പിന്നെ ഉരുട്ടി ഉരുട്ടി തിന്നാം നമുക്ക്. എന്തായാലും ഞങ്ങളെ മാഗി വന്ന് ഞാൻ പിന്നെയും പോകുന്നു, 4ാമത്തെ വട്ടം അങ്ങോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞില്ല അതിനോട് പണി ആനവാഴ്മോതിരം ഉണ്ടാക്കാനോ ഞാൻ കാണിച്ചുതരാം. അതിന്റെ വാലിട്ടോ ഒരു സൈഡിൽ രോമോ ഇല്ല, ഒരു സൈഡിൽ രോമോ ഉള്ളൂ എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ എന്തായാലും മാഗി കേട്ടോ എന്നിട്ട് വരാം. ടാറ്റാ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പാവം പിടിച്ച ആന. എത്ര പേരെ കയറ്റി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ഇതിനൊന്നും റെസ്റ്റ് എടുത്തൂടെ? പാവം തോന്നുമായിരുന്നു എനിക്ക്. എനിക്കതിൻ്റെ വാല് സൂം ചെയ്ത് കാണിച്ചു തരാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഗൈസ്. അതിനടുത്ത് പോകണം. എനിക്ക് ആനനെ പേടിയാണ്. എപ്പോഴും ആന ചവിട്ടി കൊല്ലുന്ന സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആന മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് പൈത്തനുണ്ട്, വേറെ പല പല ഐറ്റംസ് ഉണ്ട്. ഇത് ഒട്ടകയുണ്ട്, പിന്നെ വേറെ 3 ആനകളുണ്ട്. മൊത്തം 4 ആനയാണ് അവിടെ ഉള്ളത്. 3 പേര് എന്തോ അവർക്കെന്തോ എനിക്കറിയാൻ പാടില്ല, അവിടെ നിന്ന് എന്തോ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകാനോ അലൗഡല്ല, റൈഡൊന്നും അലൗഡല്ല ഈ 3 ആനകൾ. അവർ മറ്റേ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അങ്ങോട്ടേക്കൊക്കെ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആന മാത്രമല്ല, വേറെ പല പല സാധനങ്ങളുണ്ട്. കൂടുതലും ഉള്ളത് കോഴി, പക്ഷികൾ, അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ. ഞാനതൊക്കെ വഴിയെ കാണിച്ചു തരാം. എന്തായാലും ആനയുടെ അടുത്ത് നമ്മൾ അധികം നിന്നില്ല. ആന മടൽ എടുത്തെറിയോ എന്നുള്ള പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആനയെ പേടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ദേണ്ട ഈ കോഴി ഫുള്ള് ടർക്കി കോഴിയാണ്. ഇത് പുള്ളി ഭയങ്കര കലിപ്പിൽ, ഉണ്ണി പറയുന്ന കാന്താരയിലെ വേഷം കെട്ടിയ പോലെ ഉണ്ടെന്ന്. ഭയങ്കര കലിപ്പിലായിരുന്നു പുള്ളി. അതെ അതന്നെ. ഹലോ, വർത്താനം പറയുമായിരുന്നെങ്കിൽ വർത്താനം പറയാം. കേട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പുള്ളി ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതാണെന്ന് അറിയില്ലല്ലോ. പുള്ളി നല്ല അടിപൊളിയായിട്ട് വർത്താനം ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ അതിന്റെ മൂട്ടിൽ പോയി നിന്നിട്ട് പറയാൻ ദൈവമേ അപ്പി എങ്ങാനും ഇടുവോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ അപ്പി ഇട്ടു. എൻ്റെ അല്ല, ഫുഡ് കൊടുക്കാൻ വന്ന ചേച്ചിയുടെ മേത്ത് അപ്പി ഇട്ടായിരുന്നേ. ഇവന് പേരൊക്കെ ഉണ്ട് ഗൈസ്. മക്കാവ് ആണ് ആള്, അപ്പു എന്നാണ് വിളിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് തോളത്തൊക്കെ കയറും. നമ്മുടെ കയ്യിൽ അവന് കുടിക്കാനുള്ള അവൻ്റെ ഫുഡുണ്ട് എന്നാണെങ്കിൽ അവൻ തോളത്ത് വന്നിരിക്കും. ഫുഡ് കഴിയുന്നത് വരെ ആള് ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും, ആള് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും എന്നാണ് പറഞ്ഞത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ അത് ലൈവായിട്ട് കാണിച്ചു തരുകയും ചെയ്തു. ചേച്ചി കയ്യിൽ ഫുഡ് ഉണ്ട് കേട്ടോ, അവരുടെ ഈ പൗഡർ കലക്കിയ ഫുഡ് അത് സിറിഞ്ചിൽ കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പം കയ്യിൽ ഫുഡ് ഉള്ളതുകൊണ്ട് അവൻ വന്നു. അത് കഴിഞ്ഞ് അവൻ ആ മരത്തെ കയറ്റി ഇരുത്തിയിട്ട് ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനോട് തിരിച്ച് കയറാൻ പറഞ്ഞപ്പോൾ അവൻ കൊത്തുവാണ് ചേച്ചീനെ. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ എൻ്റെ ബാക്കി കിളികൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. എന്ത് രസം അറിയാം ഈ കിളികളെ കാണാൻ. എനിക്കറിയാൻ പാടില്ല, ഇതിൻ്റെ ഈ കലവില സൗണ്ടൊക്കെ അടിപൊളിയാണ്. ഇത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കിളിയുടെ കൂട്ടി മാത്രമല്ല, നമുക്ക് പൈത്തനെ എടുത്ത് മറ്റേ കഴുത്തെ വെക്കണ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇഗ്വാന ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നമുക്ക് എടുത്ത് അങ്ങനെ പിടിക്കാം. പക്ഷേ എനിക്ക് ഇതിനൊക്കെ ധൈര്യം കൂടുതലായതുകൊണ്ട് ഞാൻ ഈ കിളിക്കൂട്ടിലേക്കാണ് കയറിയത്. ആൻഡ് നമുക്ക് കയറി അത് ചേച്ചിയാട്ടോ ഈ വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ചേച്ചിയുടെ മേത്തും ചേച്ചിയുടെ കയ്യിലും കാലിലൊക്കെ കിളികളിരിക്കും. അതാണ് ആ കിളി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് കാണിച്ചിട്ട് പോയത്. ആൻഡ് ചേച്ചി നമുക്ക് കയ്യിൽ ഫുഡ് തരും. അപ്പോഴത്തേക്കും ഇവർ ഓടി ചാടി വന്ന് നമ്മുടെ മേത്തും തലയിലും ഒക്കെ കയറിയിരിക്കും. ഒരു കിളി എൻ്റെ തലയിൽ കയറി എന്താണ്ടോ തപ്പോൾ ഉണ്ണി പറയുന്നത് പേന്തപ്പുവാണ്. എൻ്റെ തലയിൽ പേരൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഒരു കിളിയാണെങ്കിൽ എൻ്റെ കഴുത്തെ കിടക്കണ മാല, ഈ കിളിക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, എൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു കിളി വന്നിരുന്ന് കാര്യമായി കൊത്തി തിന്നുകൊണ്ടിരിക്കും എൻ്റെ മാല. ആൻഡ് ഇതിനെല്ലാം നമ്മൾ എക്സ്ട്രാ ചാർജ് എടുക്കും, അവരെടുക്കും. 100 റുപ്പീസാണ് വരുന്നത്. പക്ഷെ അടിപൊളിയാണേ. അപ്പോൾ ഒരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈ ഒരു 2 hours താഴെ നമ്മളിത് ഫുൾ കവർ ചെയ്യാൻ എടുത്തുള്ളെങ്കിലും ആ 2 hours നല്ല രസമുണ്ടായിരുന്നു. ഓരോന്നും ഭയങ്കര എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വരികയല്ലേ, അപ്പോൾ ഓരോന്നും കാണുമ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് സ്ഥലം വരുന്നത് കാവേരി എലിഫന്റ് പാർക്ക്, ആനത്താവളം. 4 ആനങ്ങാനുള്ളൂ. അതിൽ 3 പേര് അവിടെ ബാക്കിൽ നമ്മൾ കാണിച്ചില്ലേ, അവിടെ അവർ 3 പേരെ കെട്ടിയിട്ടേക്കുക. അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തോ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ഒരാളാണ് ഇപ്പം അങ്ങനെ സഫാരിക്കും ഇങ്ങനെ നമുക്ക് അടുത്ത് പോയി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ളത്. ആ പുള്ളിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാവം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടത്തിച്ച് ലാസ്റ്റ് റൗണ്ട് പുള്ളി പോകുമ്പോൾ കുറേ പുള്ളിയുടെ ഫുഡും കൊണ്ട് അങ്ങ് പോയി. ഇപ്പം റെസ്റ്റിലാണെങ്കിൽ 3 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം സമയം 2:45. നമ്മളെന്തായാലും ഇത് ഫുള്ള് കണ്ടു തീർത്ത് നമ്മൾ തിരിച്ചു പോവാം. ആൻഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 36 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമുക്കൊരു ഡേ ഇങ്ങനെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു
സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അധികം ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല, ഒരു സപ്പോർട്ടും ഇല്ല, സ്നേഹവും ഇല്ല. നമ്മൾ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി ആർക്കും ഒരു സ്നേഹമില്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ബൈ ബൈ.